സംസ്ഥാന ബജറ്റിനെ വളരെ പ്രതീക്ഷയോടെയാണ് ടൂറിസം മേഖല കാണുന്നത്. കോവിഡാനന്തരം പുനരുജ്ജീവനത്തിന് ഒരുങ്ങുന്ന ഈ ടൂറിസം മേഖല സംസ്ഥാനത്തെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലാണ് എന്ന് നമുക്കറിയാം. ബജറ്റിൽ കാര്യമായ പരിഗണന ടൂറിസം മേഖലയ്ക്ക് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഇപ്പോൾ ബാക്കി നിൽക്കുന്നു. 360 കോടിക്കും 400 കോടിക്കും ഇടയിലാണ് സാധാരണ വിനോദസഞ്ചാര മേഖലയ്ക്കായുള്ള സംസ്ഥാന ബജറ്റിലെ നീക്കിയിരിപ്പ്. കഴിഞ്ഞ തവണ 362.15 കോടി രൂപയായിരുന്നു അനുവദിച്ചത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വരുമാന മാർഗമെന്ന നിലയിൽ ഈ തുക അപര്യാപ്തമെന്ന പരാതിയുണ്ട്. ഇത്തവണ കൂടുതൽ തുക അനുവദിക്കുമെന്നതാണ് പ്രതീക്ഷ. ഞങ്ങൾ കാലാകാലങ്ങളായി ഇൻഡസ്ട്രി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ടൂറിസം കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു പ്രോഡക്റ്റാണ്. ഇത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിലും വളരണമെങ്കിലും നമ്മൾ ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇത്തവണത്തെ ബഡ്ജറ്റിലെങ്കിലും കുറച്ചുകൂടെ ടൂറിസത്തിന് അലൊക്കേഷൻ കിട്ടുമെന്നും കിട്ടുന്ന ഫണ്ട് ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗദർശനം ഉണ്ടാക്കണമെന്നും പലതവണ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അതിനൊരു വ്യക്തതയില്ല. അപ്പം അത് ഗവൺമെൻറ് ശ്രദ്ധിക്കണമെന്നുള്ള ഒരു അപേക്ഷയുണ്ട് ഞങ്ങൾക്ക്. 8 വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നത് കഴിഞ്ഞ ബജറ്റിലെ പ്രധാന പ്രഖ്യാപനം. കോവളം, ആലപ്പുഴ, കുമരകം, കുട്ടനാട്, അഷ്ടമുടി, ബേപ്പൂർ, ബേക്കൽ, മൂന്നാർ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തെരഞ്ഞെടുത്തെങ്കിലും പ്രഖ്യാപനം നടപ്പിലായില്ല. ഇത്തവണ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ആ പ്രഖ്യാപനത്തിൻ്റെ പുനരുജ്ജീവനത്തിനാണ്. തീരദേശ ശൃംഖല ഇടനാഴി, തീരദേശ ഹൈവേ ഇടനാഴി, ജലപാത കനാൽ ഇടനാഴി, ദേശീയപാത ഇടനാഴി, ഹെലി ടൂറിസം ഇടനാഴി, ഹിൽ ടൂറിസം ഇടനാഴി, റെയിൽവേ പാത ഇടനാഴി എന്നിങ്ങനെ 7 ടൂറിസം ഇടനാഴികൾക്കുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് ബജറ്റിലെ സഹായം. അന്തർജില്ലാ വിമാനയാത്രാ സൗകര്യവും ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് അനിവാര്യം. ടൂറിസം കേന്ദ്രങ്ങളിൽ ഇരുന്ന് ജോലി ചെയ്യാനുള്ള പദ്ധതിയും നേരത്തെ ആവിഷ്കരിച്ചതാണ്. വർക്ക് ഫ്രം ഹോളിഡേ ഹോം എന്ന പേരിൽ അവതരിപ്പിച്ച പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. ആ പദ്ധതി തുടരുമോ ഉപേക്ഷിക്കുമോ എന്നറിയാനും കാത്തിരിക്കുന്നു. സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും ടൂറിസം വികസനത്തിനായി ആകെ 100 കോടി രൂപ അനുവദിക്കാറുണ്ട്. ഇത് അശാസ്ത്രീയമെന്നും ഈ തുക ഏതെങ്കിലും 3-4 ടൂറിസം കേന്ദ്രങ്ങളെ ഏറ്റെടുത്ത് അവിടേക്ക് വിനിയോഗിച്ചാൽ നന്നാവും എന്നുള്ള അഭിപ്രായമുണ്ട്. ഡെസ്റ്റിനേഷൻ മാനേജർ എന്ന തസ്തിക സൃഷ്ടിക്കണമെന്ന ആവശ്യവും ഏറെക്കാലമായി സർക്കാരിന് മുൻപിലുള്ളതാണ്. കാത്തിരിക്കാം കെ.എൻ. ബാലഗോപാൽ ടൂറിസം മേഖലയ്ക്കായി ബജറ്റിൽ ഒളിപ്പിച്ചിരിക്കുന്ന സർപ്രൈസുകൾക്കായി. സലിം മാലിക്, 24, തിരുവനന്തപുരം.